പശു, മാൻ, ആട്, ഒട്ടകം എന്നീ 4 ജീവികളുടെ ഫീച്ചേഴ്സൊക്കെ ഒത്തുചേർന്ന ഒരു വിചിത്ര ജീവിയുണ്ട് ഇന്ത്യയിലെ കാടുകളിൽ. നീൽഗായി അല്ലെങ്കിൽ നീലക്കാള എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ നീലക്കാളയെ കുറിച്ചാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. നീൽഗായി അല്ലെങ്കിൽ നീലക്കാളയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബോസിലാഫസ് ട്രാഗോകാമലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് 4ആയിട്ട് വിഭജിക്കാൻ പറ്റും. ബോസ് എന്ന് പറഞ്ഞാൽ കൗ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു കാളെ പോലൊക്കെ ഇരിക്കും, നല്ല വലുപ്പം, അതിൻ്റെ ഷോൾഡറിനൊക്കെ നല്ല മസിലൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു പശുവിനെ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമിൻ്റെ ആദ്യത്തെ ഭാഗം ബോസ് എന്നിട്ടത്. രണ്ടാമത് ഇലാഫസ് എന്ന് പറഞ്ഞൊരു മാൻ. കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു മാനെ പോലൊക്കെ ഇരിക്കും. കാലിലൊക്കെ നല്ല തിന്നായിട്ട് നല്ല മെലിഞ്ഞ കാലുകളൊക്കെയാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മാനിനെ പോലെ ഇരിക്കും. മൂന്നാമത്തെ ട്രാഗോസ് എന്ന് പറഞ്ഞാൽ ആട്. അതിൻ്റെ നേരെയുള്ള കൊമ്പുകളും ഈ ആടിനൊക്കെ ചിലപ്പോൾ ഈ താടിരോമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കഴുത്തിന് താഴെയായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു താടിരോമമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ട്രാഗോസ് എന്ന് പേര് വരാൻ വേണ്ടി പറയുന്നത്. പിന്നെ നാലാമത്തത് ക്യാമലസ് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ പോലെ ഇതിന് നല്ല വലുപ്പമുള്ള നീളമുള്ള കാലുകളുണ്ട്, നല്ല നീളമുള്ള കഴുത്തുണ്ട്. അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ ഉള്ള പോലെ പുറത്തൊരു ചെറിയൊരു മുഴ പോലുണ്ട്. ഒക്കെ അതുകൊണ്ടാണ് ഇതിനെ ക്യാമലസ് എന്നുള്ള ഈ പേര് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബോസിലാഫസ് ട്രാഗോകാമലസ്, അതായത് പശു, മാന്, ആട്, ഒട്ടകം എന്ന പേര് ശാസ്ത്രജ്ഞർ രൂപീകരിക്കാൻ കാര്യം ഈ 4 മൃഗങ്ങളുടെ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഈ നീൽഗായ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആന്റിലോപ്പാണ്. ഈ ആന്റിലോപ്പ് എന്ന വാക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ജീവികളെ കണ്ടാൽ മാനുകളെ പോലെയാണല്ലോ ഇരിക്കുന്നത്. എന്നാൽ ഇവർ മാനിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നവയല്ല. ഞാൻ ആന്റിലോപ്സും മാനുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ വ്യത്യാസം പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. നമ്മുടെ നാട്ടിലുള്ള പുള്ളിമാൻ, മ്ലാവ്, കേഴമാൻ എന്നിങ്ങനെ കുറേ മാൻ വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കൊമ്പുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മ്ലാവിനും പുള്ളിമാനും ഒക്കെ നല്ല വലുപ്പമുള്ള കൊമ്പുകളുണ്ട്. ആൺമാനുകൾക്കാണ് കൊമ്പുകളുള്ളത്, പെൺമാനുകൾക്ക് കൊമ്പുകളില്ല. അപ്പോൾ ഈ ആൺമാനുകൾ ഈ കൊമ്പുകൾ ഉപയോഗിക്കുന്നത് മറ്റ് ആൺമാനുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫിമെയിലിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊമ്പുകൾ ഉപയോഗിക്കുന്നത്. ഈ കൊമ്പുകൾക്ക് ആന്റ്ലേഴ്സ് എന്നാണ് പറയുന്നത്. ആന്റ്ലേഴ്സ് എന്ന് പറയാൻ കാര്യം, ഇവർ എല്ലാ വർഷവും അവർ ഈ കൊമ്പുകൾ പൊഴിച്ചു കളയാറുണ്ട്. ബ്രീഡിങ് കഴിയുന്ന സമയത്ത്, പ്രജനനം കഴിയുന്ന സമയത്ത് ഇവരിത് പൊഴിച്ചു കളയാറുണ്ട്. ഒരുപക്ഷെ ഇത് നല്ല ഹെവി ആയിട്ടുള്ള സാധനം, നല്ല ഹെവിയാണിത്. അപ്പോൾ ഈ ഇത്രയും ഭാരമുള്ള സാധനം തലയിൽ വെച്ചിട്ട് നടക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇവർ ഈ എല്ലാ വർഷം പ്രജനനം കഴിയുമ്പോഴത്തേക്കും ഇവർ പൊഴിച്ചു കളയും. പിന്നീട് അത് തിരിച്ച് വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ മാനുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ ആന്റ്ലേഴ്സ്. അതേസമയം ഈ ആന്റിലോപ്സിന് പെർമനൻ്റ് ആയിട്ടുള്ള ഹോൺ ആണുള്ളത്. ഹോൺ എന്നാണ് അത് പറയുന്നത്. അതിന് ആന്റ്ലേഴ്സ് എന്ന് പറയാറില്ല, ഹോൺ ആണ്. പെർമനൻ്റ് ആയിട്ടാണ് ഈ ഹോൺ ഉള്ളത്. ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടിരിക്കും. നമുക്കറിയാമല്ലോ, പശുവിൻ്റെ കൊമ്പുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരിക്കും, അത് ഒരിക്കലും പൊഴിഞ്ഞു പോകാറില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ആന്റിലോപ്സിനുള്ളത്. ഇതിന് ഹോൺസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ മാനുകളും ഈ ആന്റിലോപ്സും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരുടെ കൊമ്പിലാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ആന്റിലോപ്സ് എന്ന് പറയുന്നത് ബോവിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പശുവൊക്കെ ഉൾപ്പെടുന്ന ബോവിഡേ ഫാമിലിയിലാണ് ഈ ആന്റിലോപ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മാനുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെർവിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ കുറേ സ്പീഷീസ് ആന്റിലോപ്സ് ഉണ്ട്. ഇപ്പം നീൽഗായ് എന്ന് പറയുന്ന ഒരു ആന്റിലോപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്നുണ്ട്. ചിങ്കാര അല്ലെങ്കിൽ ഇന്ത്യൻ ഗസൽ എന്ന് പറഞ്ഞ ഒരു ആന്റിലോപ്പ് ഉണ്ട്. 4 ഹോൺ ആന്റിലോപ്പ് എന്ന് പറയുന്ന ഒരു ആന്റിലോപ്പ് ഉണ്ട്. ഇങ്ങനെ കുറേയേറെ സ്പീഷീസ് ആന്റിലോപ്പ് നമുക്ക് ഇന്ത്യയിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നീലക്കാള അല്ലെങ്കിൽ ബ്ലൂ ബുള്ളിലേക്ക് തിരിച്ചു വരാം. ഈ നീലക്കാളയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലുപ്പമുള്ള ആന്റിലോപ്പാണ്. ഏകദേശം 100 മുതൽ 300 കിലോ വരെ വലുപ്പം വെക്കും. ആൺ നീലക്കാളകൾ ഏകദേശം 200 മുതൽ 300 കിലോ വരെ വലുപ്പം വെക്കും. എന്നാൽ ഫിമെയിൽ ഒരു 100 മുതൽ 200 കിലോ വരെയാണ് വലുപ്പം വെക്കുന്നത്. ആൺ നീലക്കാളകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് ഗ്രേ അല്ലെ നീല കളറുന്ന ഗ്രേ കളറാണുള്ളത്. ഇതിന് നല്ല വലുപ്പമുണ്ട്. അത്യാവശ്യം 1.2 മുതൽ 1.5 1.5 മീറ്റർ വരെ പൊക്കം വെക്കുന്ന ഒരു മൃഗമാണ് നീലക്കാളകൾ. അതുപോലെ ഇതിന് നല്ല നീളമുള്ള കഴുത്തുണ്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹോണാണുള്ളത്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള കൊമ്പുകളാണുള്ളത്. അതിൻ്റെ കഴുത്തിലൊക്കെ നല്ല വെള്ള പൊട്ടുകൾ കാണാം. ത്രോട്ട് നല്ല വെള്ള നിറത്തിലിരിക്കും. ആ ത്രോട്ടിന് താഴെയായിട്ട് ഞാൻ പറഞ്ഞില്ല, ആടിൻ്റെ പോലുള്ള ഒരു ടഫ്റ്റഡ് ഉണ്ട്, ഒരു രോമം പോലുണ്ട്. നല്ല നീളമുള്ള കാലുകളാണുള്ളത്. അതിൻ്റെ പുറത്ത് ക്യാമലിൻ്റെ ഈ ഒട്ടകത്തിൻ്റെ ഒക്കെ പോലെ ചെറിയൊരു ഹമ്പുണ്ട്. പിന്നെ കാലുകളിൽ, പ്രത്യേകിച്ച് ആൺ നീലക്കാളയുടെയും പെൺ നീലക്കാളയുടെയും കാലുകളുടെ അറ്റത്ത്, കാലുകൾ തുടങ്ങുന്ന ഭാഗത്ത് അതിൻ്റെ ഹൂഫിൻ്റെ അടുത്തൊക്കെ വെളുപ്പും കറുപ്പും കൂടിയ നിറങ്ങളുണ്ട്. അതിൻ്റെ മുഖത്തുമൊക്കെ ചെറിയ വെളുത്ത നിറത്തിലുള്ള മാർക്കിംഗ് ഒക്കെ ചിലപ്പോഴൊക്കെ കാണാൻ പറ്റും. ഇതിനെ ഇങ്ങനെയാണ് കണ്ടാൽ തിരിച്ചറിയുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും കാടുകൾ നിങ്ങൾ കുതിരയെ പോലെ ഓടുന്ന ഒരു മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതൊരു നീൽഗായ് ആണെന്നുള്ളത്. പക്ഷേ പെണ്ണിൻ്റെ നിറം വ്യത്യാസമാണ്. പെണ്ണിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ബ്രൗൺ, ഇങ്ങനെ ഒരു റെഡിഷ് ബ്രൗൺ കളറിലാണ് പെണ്ണിൻ്റെ നിറം. അതുപോലെ പെണ്ണിന് ഹോണുകളില്ല, കൊമ്പുകളില്ലാത്ത മൃഗമാണ് പെണ്ണ്. വേറൊരു കാര്യം,
ഈ നീലക്കാളകളൊക്കെ ചെറിയ കൂട്ടമായിട്ട് കാണാൻ പറ്റും. നമുക്ക് 8 10 ചിലപ്പം 20 30 ഉള്ള വലിയ കൂട്ടങ്ങളൊക്കെ പെൺ നീലക്കാളകളെ കാണാൻ പറ്റും. ആൺ നീലക്കാളകൾ പ്രത്യേകിച്ച് സബഡൽട്ട് ആയിട്ടുള്ളവർ ചിലപ്പം ചെറിയ കൂട്ടമായിട്ട് കാണാൻ പറ്റും. 2 3 ഉള്ള ചെറിയ കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ എന്നാൽ അഡൽട്ടായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള നീലക്കാളകൾ സോളിറ്ററി ആയിരിക്കും, എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കായിരിക്കും നടക്കുന്നത്. ഈ നീലക്കാളകളെ കാണുന്നത് സാധാരണയായിട്ട് തരിശ് നിലങ്ങളിലാണ്. ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റിലൊക്കെയാണ് ഇവരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റുകളിൽ, കാടുകളിലൊന്നും കാണപ്പെടുന്നില്ല. ഇത് കേരളത്തിൽ കാണുന്നില്ല. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് കേരളത്തിൻ്റെ അടുത്ത ഒരു പ്രദേശം പറഞ്ഞാൽ കർണാടകൻ്റെ ബോർഡർ സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്. പിന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്ന രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, ബീഹാർ, UP എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഏകദേശം ഒരു 5 ലക്ഷത്തോളം എണ്ണം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ നീലക്കാളകൾ നല്ല തിക്കായിട്ടുള്ള അല്ലെ നല്ല ഇടതൂർന്ന വനങ്ങളിലൊന്നും കാണപ്പെടുന്നില്ല. ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മധ്യപ്രദേശിലെ സത്പുര കാടുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ പെഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നീലക്കാളകൾ സാധാരണമായിട്ട് കാണപ്പെടും. എന്നാൽ കൻഹ നാഷണൽ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാൽമരങ്ങൾ കൂടി നിൽക്കുന്ന ഒരു ഫോറസ്റ്റാണ് ഈ കൻഹ നാഷണൽ പാർക്ക്. നല്ല തിക്കായിട്ടുള്ള മരങ്ങളാണ് സാൽ മരങ്ങളൊക്കെ, അധികം അടിക്കാടുകളൊന്നുമില്ല. പിന്നെ ഉള്ള ഗ്രാസ് ലാൻഡൊക്കെയാണ്. അവിടെ ഒന്നും നീലക്കാളകളെ കാണാൻ പറ്റില്ല. പക്ഷേ അതേസമയം അതിൻ്റെ ഔട്ട്സ്കേർട്സിൽ ബഫർ സോണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നീലക്കാളകളെ കാണാൻ പറ്റും. എന്നാൽ ഈ തിക്കായിട്ടുള്ള ഫോറസ്റ്റുകളിലൊന്നും നീലക്കാളകളെ നമുക്ക് കാണാൻ പറ്റില്ല. ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സാധാരണയായിട്ട് കഴിക്കുന്നത് പുല്ലുകൾ, ഇലകൾ, പലതരത്തിലുള്ള മരങ്ങളുടെ വീണ് കിടക്കുന്ന പഴങ്ങളും ചിലപ്പോൾ എത്തിക്കുത്തിയൊക്കെ അവർ പഴങ്ങളൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാലും ഇവരെ കൂടുതലായിട്ട് കാണുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ വെളിയിലാണ്. എന്ന് പറഞ്ഞാൽ സംരക്ഷിത പ്രദേശങ്ങളുടെ വെളിയിലാണ് ഇതുവരെ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ ഭക്ഷണമാക്കുന്നത് പച്ചക്കറികളും ധാന്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഇവർ കഴിക്കുന്നത്. അടുത്തിടയ്ക്ക് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഒരു പഠനം നടത്തി ബീഹാറിൽ ഏറ്റവും കൂടുതൽ ഈ നീൽഗായെ കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ജനങ്ങൾ ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് ഇവർ കൂട്ടമായിട്ട് വന്നിട്ട് ഈ പച്ചക്കറികളും ധാന്യമണികളും ഒക്കെ കഴിക്കുന്നതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 33% പച്ചക്കറികൾ, 20% ധാന്യങ്ങളൊക്കെ ഇവർ കഴിക്കുന്നുണ്ടെന്ന് അവർ പഠനത്തിൽ നിന്ന് മനസ്സിലായി. ഇവർ ഈ പച്ചക്കറികളൊക്കെ കഴിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കിന് ഒരു കൂട്ടമായിട്ടാണ് വരുന്നത്. ഇവർ ഡയണലാണ്. ഡയണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് ആക്റ്റീവ് ആകുന്ന മൃഗങ്ങളെയാണ് ഡയണൽ എന്ന് പറയുന്നത്. ഇവർ പകൽ സമയത്ത് ആക്റ്റീവായിട്ട് ചിലപ്പോൾ കൂട്ടമായിട്ട് വന്നിട്ട് ഈ പച്ചക്കറികളും ബാക്കിയുള്ള ധാന്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അതേസമയം ചില സ്ഥലത്തൊക്കെ ഈ കൃഷിക്കാരൊക്കെ ഇവരെ പടക്കം പൊട്ടിച്ച് ഇവരൊക്കെ എറിഞ്ഞൊക്കെ ഓടിക്കാറുണ്ട്. ആ സമയത്ത് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇവർ രാത്രി കാലങ്ങളിൽ വന്നിട്ട് സ്ഥിരമായിട്ട് വന്ന് ഈ ക്രോപ്പൊക്കെ റെഡി ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ നന്നായിട്ട് അഡാപ്റ്റ് ആകുന്ന മൃഗമാണ്. പകൽ സമയത്ത് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടുന്നത് രാത്രി സമയത്ത് അവർക്ക് കൃത്യമായിട്ട് വന്നിട്ട് അവർ ഈ പച്ചക്കറിയൊക്കെ തിന്നിട്ട് പോകും. ഇവർ തിന്നുന്നതിനുണ്ടൊരു പ്രത്യേകത. ചില സമയത്തൊക്കെ ഇവർ മുട്ട് കുത്തി ഇരുന്നിട്ടാണ് ഇവർ കഴിക്കുന്നത്. അത്യാവശ്യം നീളമുള്ള കാലുകളുള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മുട്ട് കുത്തി ഇരുന്നിട്ടാണ് ഇവർ ഈ പച്ചക്കറികളും ബാക്കിയുള്ള ധാന്യങ്ങളും ഒക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് ഇവർ ക്രോപ്പിന് വളരെ ഡാമേജ് ചെയ്യാറുണ്ട്. അവിടെയുള്ള പച്ചക്കറി തോട്ടങ്ങളും ബാക്കിയുള്ള കൃഷിക്കാരുടെ തോട്ടങ്ങളൊക്കെ ഇവരെ കണ്ടമാനം കൂട്ടമായിട്ട് നടന്നിട്ട് ചവിട്ടി മെതിക്കുകയും മൊത്തം കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ നീൽഗായി എന്നുള്ളത്. ഇവർ മുട്ട് കുത്തിയിരുന്ന് കഴിക്കുന്ന പോലെ തന്നെ വേറെ ആൺ നീൽഗായിട്ട് അടിവെക്കുന്ന സമയത്ത് ഇവർ മുട്ടിൽ കുത്തിയിരുന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെച്ച് ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ നീലക്കാളകളൊക്കെ നല്ല വേഗതയുള്ള മൃഗമാണ്. ഏകദേശം 48 മുതൽ 50 കിലോമീറ്റർ വേഗത വരെ ഇവർ ഓടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്നാൽ ഇവരെ പിടിക്കാനോ അവരെ പിടിച്ചു മാറ്റാനൊന്നും നമുക്ക് പറ്റൂല. പിന്നെ വേറെ പ്രത്യേകത, ഇവർ കുറേയേറെ ദൂരം ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും. ഒരു പക്ഷേ 20-30 കിലോമീറ്റർ ദൂരെ വരെയൊക്കെ ഇവർക്ക് ഓടി രക്ഷപ്പെടാനും അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് സേഫായിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ വരാനായിട്ടൊക്കെ ഈ നീലക്കാളകൾക്ക് പറ്റും. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നീലക്കാള, അല്ലെങ്കിൽ ഇതിൻ്റെ ഹിന്ദിയിലുള്ള വാക്കെന്ന് പറയുന്നത് നീൽഗായ് എന്നാണ്. അപ്പം നീൽഗായുടെ പേരിൽ ഗായ്, പശു എന്നുള്ള വാക്ക് ഉള്ളതുകൊണ്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെ ഒന്നും ഇതിനെ ഉപദ്രവിക്കാറില്ല. കാരണം പശു എന്ന് പറഞ്ഞാൽ ഒരു വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു മൃഗമായതുകൊണ്ട് അവരൊന്നും ഈ നീലക്കാളകളെ ഉപദ്രവിക്കാറില്ല. പക്ഷേ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അകത്ത് ഉൾപ്പെട്ട മൃഗമാണ്. അതിനെ ഇതുകൊണ്ട് കൊല്ലാനൊന്നും പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പശുവിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്നതുകൊണ്ട് ഇവർ ഉപദ്രവിക്കാറുള്ള. അതുകൊണ്ട് പല സംസ്ഥാനത്തുള്ള കൃഷിക്കാരൊക്കെ ഇപ്പം ഗവൺമെൻറ്റിനോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നീലക്കാളയുടെ പേര് മാറ്റിയിട്ട് നീൽഗായ് എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേരിടണമെന്ന് വരെ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ നീലക്കാളകൾക്ക് ഒരു പ്രത്യേക ബിഹേവിയർ ഉണ്ട്. ഞാൻ കാണ്ടാമൃഗത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരു കാര്യം പറഞ്ഞിരുന്നു. കാണ്ടാമൃഗമൊക്കെ ഒരു സ്ഥലത്ത് മാത്രം പോയി കാഷ്ടിച്ച് വെക്കുന്നത്, അതിങ്ങനെ വലിയ കൂട്ടമായിട്ട് വലിയ പൈലായിട്ട് വെക്കുന്നത്, ആ സെയിം സ്വഭാവം ഈ നീൽഗായ്സിനും ഉണ്ട്. നീൽഗായ്സ് ഏതെങ്കിലും പ്രത്യേകിച്ച് അവർ ടെറിട്ടോറിയൽ ആനിമൽസ് ആണ്. ആൺ നീൽഗായികളൊക്കെ അവർ പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് സ്ഥിരമായിട്ട് കാഷ്ടിച്ച് വെക്കാറുണ്ട്. അത് ചെറിയൊരു കൂന പോലെ ഇങ്ങനെ ഇരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും അത് നീൽഗായിയുടെ കാഷ്ടിച്ച് വെച്ചേക്കുന്ന സ്ഥലമാണ്. അത് ഒരു ടെറിട്ടോറിയൽ മാർക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ നീൽഗായ്സും കാണ്ടാമൃഗമൊക്കെ കൂട്ടത്തോടെ കാഷ്ടിച്ച് വെക്കുന്നതിന് മിഡൻ എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കടുവ, പുലി,
കാട്ടുപട്ടികൾ ഇവയൊക്കെയാണ് മെയിനായിട്ട് ഇവയെ പിടിച്ച് കഴിക്കുന്നത്. ഞാൻ സത്പുര നാഷണൽ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 2 പുലികൾ, നീലു പിലു എന്ന് പറഞ്ഞ 2 പുലികൾ നീൽഗായെ പിടിച്ചിട്ട് കഴിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിക്കുന്ന അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ ചീറ്റപ്പുലികളെ ആഫ്രിക്കയിൽ നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുണു പാൽപൂർ എന്ന് പറയുന്ന നാഷണൽ പാർക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തിടയ്ക്കായിട്ട് ചീറ്റകൾ അവരെ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറിയ മൃഗമായിട്ട് കാഫിനെയും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ചീറ്റപ്പുലികൾ ഹണ്ട് ചെയ്ത് തുടങ്ങിയത് കണ്ടെത്തിയിട്ടുണ്ട്. വലിയ അഡൽട്ടായിട്ടുള്ള ഈ നീൽഗായ്സിനെ ഒന്നും ഹണ്ട് ചെയ്യാനായിട്ട് ചീറ്റയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് നല്ല വലുപ്പമുണ്ട്, പെട്ടെന്നൊന്നും ചീറ്റയ്ക്ക് ഇതിനെ പോയി പിടിക്കാനും പറ്റില്ല. മധ്യപ്രദേശിൽ ഷർജാപൂർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അത് അവിടുത്തെ ഒരു വലിയ ഡിസ്ട്രിക്റ്റാണ്. അവിടെ കുറേയേറെ കൃഷിക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ അവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് കൃഷ്ണമൃഗങ്ങളും നീലക്കാളകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണിത്. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എസ്റ്റിമേഷൻ എടുത്തപ്പം 10,000-ലധികം കൃഷ്ണമൃഗങ്ങളും ആയിരക്കണക്കിന് നീലക്കാളകളും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അപ്പം കൃഷിക്കാർ ഭയങ്കര പ്രശ്നം വരിച്ചു. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അവർ ധർണകളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് ഒരു 800-ലധികം കൃഷ്ണമൃഗങ്ങളെ അവർ പിടിച്ചു. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഉള്ള കുറേ റേഞ്ചേഴ്സും കുറേ എക്സ്പേർട്സും ഒക്കെ വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്ത് ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് ഇവർ ഈ കൃഷ്ണമൃഗത്തെയും നീലക്കാളയൊക്കെ ഓടിച്ച് വലിയൊരു ബൊമ്മയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് 800-ലധികം മൃഗങ്ങളെ, കൃഷ്ണമൃഗത്തെയും 67 നീൽഗായിയൊക്കെ പിടിച്ചിട്ട് ഇവർ ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും കുണു പാൽപൂരിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഇവർ റീലൊക്കേറ്റ് ചെയ്തു. അപ്പം മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കൃഷ്ണമൃഗവും നീലക്കാളയൊക്കെ പ്രശ്നങ്ങൾ വിതയ്ക്കുന്ന സ്ഥലത്ത് ഇവർ ഈ മൃഗങ്ങളെ പിടിച്ചിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടുള്ള സ്ഥലത്തോട്ട് ഇവർ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബോമ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. ബോമ എന്ന് പറഞ്ഞ ഒരു ഫെൻസ് എന്നാണ് അർത്ഥം. മെയിനായിട്ട് മൃഗങ്ങളെയൊക്കെ കൂട്ടമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയൊരു ഫെൻസ് ഉണ്ടാക്കുന്നതിനാണ് ബോമ എന്ന് പറയുന്നത്. ബിംബേഡ്ക എന്ന് പറഞ്ഞൊരു കേവ് പെയിൻറ്റിങ് സ്ഥലമുണ്ട്. ഭോപ്പാലിനടുത്തുള്ളൊരു സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ റോക്ക് ആർട്ടുള്ള ഒരു സ്ഥലമാണിത്. അവിടെ ഈ റോക്ക് പെയിൻറ്റിങ്ങിന് ഇടയ്ക്കൊക്കെ ഈ നീൽഗായുടെ പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ നീൽഗായുമായിട്ട് അടുത്തിടപഴകിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ആ നീൽഗായുടെ പടങ്ങളൊക്കെ അവരോടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെയായിരുന്നു നീലക്കാളയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നീലക്കാളയെ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ വിശാലമായ പാടങ്ങളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിലോട്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വിശാലമായിട്ടുള്ള പാടങ്ങളൊക്കെ കാണാൻ പറ്റും. ആ പാടങ്ങളിലൊക്കെ ഈ നീലക്കാളകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഭരത്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. രാജസ്ഥാനിലെ ഭരത്പൂർ എന്ന് പറഞ്ഞൊരു ബേർഡ് സാഞ്ചുറിയാണ്. അവിടെ കുറേയേറെ നീലക്കാളകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കുറേയേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആ ഭരത്പൂരിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെയായിരുന്നു നീലക്കാളയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.